പരമ്പരാഗതമായ തമിഴ് ശൈലികളെ കടപുഴക്കി എറിഞ്ഞുകൊണ്ടാണ് സിനിമാ സൂപ്പർ താരം വിജയിയുടെ TVK പാർട്ടി അധികാരത്തിലെത്തിയത്. സത്യപ്രതിജ്ഞാ ചടങ്ങിലും അതേ വ്യത്യസ്തത നിലനിർത്തിക്കൊണ്ട് ഞെട്ടിച്ച വിജയ് മുഖ്യമന്ത്രി എന്ന നിലയിൽ ആദ്യം ഒപ്പുവെച്ച ഉത്തരവിലൊന്നായ മദ്യശാലകൾ അടച്ചുപൂട്ടുവാനുള്ള ഉത്തരവ് തമിഴ്നാട്ടിലെ മാത്രമല്ല ഇന്ത്യ ഒട്ടുക്കുമുള്ള കുട്ടികളും സ്ത്രീകളും അടങ്ങുന്ന സാധാരണക്കാർ കൈയടികളോടെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിലെ ആരാധനാലയങ്ങൾക്കും സ്കൂളുകൾക്കും ബസ് സ്റ്റാൻഡുകൾക്കും സമീപ പ്രദേശത്ത് ഏകദേശം 500 മീറ്റർ ചുറ്റളവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന 717 ടാസ്മാക് മദ്യശാലകൾ അടച്ചുപൂട്ടുവാനാണ് മുഖ്യമന്ത്രി വിജയ് ഉത്തരവിട്ടിരിക്കുന്നത്. തമിഴ്നാട് സർക്കാരിന്റെ കണക്കനുസരിച്ച് തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷന്റെ നിയന്ത്രണത്തിൽ നിലവിൽ തമിഴ്നാട്ടിലുടനീളം ഏകദേശം 4765 ചില്ലറ മദ്യവിൽപ്പനശാലകൾ പ്രവർത്തിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഉത്തരവ് പുറത്തു വന്നതോടെ ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, ബസ് ടെർമിനലുകൾ എന്നിവയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന ഔട്ട്ലെറ്റുകൾ തിരിച്ചറിയുവാൻ ഉദ്യോഗസ്ഥർ സംസ്ഥാനമൊട്ടുക്കും വ്യാപകമായ തിരച്ചിലും പരിശോധനയും നടത്തി. ആരാധനാലയങ്ങൾക്ക് സമീപം 276 മദ്യശാലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമീപം 186 എണ്ണവും ബസ് സ്റ്റാൻഡുകൾക്ക് സമീപം 255 എണ്ണവും ഉണ്ട് എന്ന് സർവേയിൽ വ്യക്തമായതോടെയാണ് അടച്ചുപൂട്ടുവാൻ നിശ്ചയിച്ചിട്ടുള്ള ആകെ മദ്യശാലകളുടെ എണ്ണം 717 തിട്ടപ്പെടുത്തിയത്. പൊതുസുരക്ഷയും സാമൂഹിക ക്ഷേമവും മെച്ചപ്പെടുത്തുന്നതിന് മയക്കുമരുന്നിനെതിരെ ശക്തമായ നടപടിയും മദ്യത്തിന് കർശനമായ നിയന്ത്രണങ്ങളും TVK തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഊന്നി പറഞ്ഞിരുന്നു. കേരളത്തിലേതുപോലെ സ്റ്റേറ്റിന്റെ നിർണായകമായ വരുമാനമാണ് മദ്യ കച്ചവടത്തിൽ നിന്ന് ലഭിക്കുന്നതെന്നും കഴിഞ്ഞ വർഷം 48,000 കോടി രൂപയായിരുന്നു തമിഴ്നാട് സർക്കാരിന് ആ ഇനത്തിൽ ലഭിച്ചത്. അത്തരത്തിൽ ഭീമമായ വരുമാന നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നിട്ടും തികഞ്ഞ സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കാൻ നിശ്ചയിച്ചുറപ്പിച്ച പുതിയ ഭരണകൂടം അവരുടെ ഭരണ തുടക്കത്തിന്റെ ഭാഗമായി പൊതുസുരക്ഷയ്ക്കും സാമൂഹിക പരിഷ്കരണത്തിനും മുൻഗണന നൽകിക്കൊണ്ടുള്ള തീരുമാനങ്ങളാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലൊരു വിപ്ലവകരമായ മദ്യവർജനം നടപ്പിലാക്കിക്കൊണ്ട് മദ്യരഹിത സംസ്ഥാനം രൂപീകരിക്കാനുള്ള പരിശ്രമങ്ങൾക്ക് തുടക്കമിട്ടത് കേരള മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അവറുകളായിരുന്നു. 2011-16 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് തൻ്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ കേരളത്തിൽ ഘട്ടം ഘട്ടമായി മദ്യനിരോധനം നടപ്പിലാക്കാൻ തീരുമാനിച്ചുകൊണ്ട് നടപ്പിലാക്കിയത് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ബാറുകളെല്ലാം അടച്ചുപൂട്ടുവാനുള്ള നിർദ്ദേശമായിരുന്നു. അതനുസരിച്ച് 2014 സംസ്ഥാനത്തെ 418 ബാറുകൾ പൂട്ടുകയും പിന്നീട് 3 സ്റ്റാർ 4 സ്റ്റാർ ബാറുകളുടെ ലൈസൻസ് പുതുക്കി നൽകേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും 5 സ്റ്റാർ ഹോട്ടലുകളിൽ മാത്രമായി മദ്യവിൽപ്പന പരിമിതപ്പെടുത്തുകയും ചെയ്തു. സർക്കാരിൻ്റെ വരുമാന സ്രോതസ്സുകളിൽപ്പെട്ട മദ്യവിൽപ്പന കേന്ദ്രങ്ങളായ ബെപ്കോയുടെ ഔട്ട്ലെറ്റുകൾ പ്രതിവർഷം 10% എന്ന നിരക്കിൽ 10 വർഷത്തിനുള്ളിൽ പൂർണ്ണമായും പൂട്ടുവാൻ തീരുമാനിക്കുകയും ചെയ്തു. കൂടാതെ ഞായറാഴ്ചകളിലും അവധി ദിനങ്ങളിലും എല്ലാ മാസത്തിലെ ആദ്യ പ്രവൃത്തി ദിനങ്ങളിലും ഡ്രൈ ഡേ ആയി നിലനിർത്തുകയും ചെയ്തുകൊണ്ട് അടുത്ത ഒരു ദശകത്തിനുള്ളിൽ കേരളത്തെ മദ്യവിമുക്തമാക്കുക എന്ന വരും തലമുറയുടെ നന്മയെ കൂടി ലക്ഷ്യമാക്കിക്കൊണ്ടായിരുന്നു അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ നീങ്ങിയത്. ഉമ്മൻചാണ്ടി തുടങ്ങിവെച്ച വിപ്ലവകരമായ മാറ്റങ്ങൾ പുറകെ വന്ന പിണറായി സർക്കാർ തുടരുമെന്നാണ് കേരളത്തിലെ ജനങ്ങൾ കരുതിയത്. അതിനെ സാധൂകരിക്കുന്ന വിധത്തിലുള്ള പരസ്യങ്ങളാണ് അന്തരിച്ച സിനിമാ താരങ്ങളായ KPSC ലളിതയും ഇന്നസെന്റിനെയും ഒക്കെ കളത്തിലിറക്കിക്കൊണ്ട് അവർ നടത്തിയത്. മദ്യനിരോധനമല്ല തങ്ങളുടെ ലക്ഷ്യമെന്നും മദ്യരഹിത കേരളത്തിന് വേണ്ടിയാണ് തങ്ങൾ പരിശ്രമിക്കുന്നതെന്നും ഇടത് നേതാക്കൾ ആവർത്തിച്ച് പ്രസ്താവനകൾ ഇറക്കി. അതൊക്കെ വിശ്വസിച്ച ജനം ഇങ്ങനെ ചതിക്കില്ല എന്ന് കരുതി അവരെ അന്ന് അധികാരത്തിലേറ്റുകയും ചെയ്തു. എന്നാൽ അധികാരം കൈവന്നതോടെ മട്ടുമറിയ പിണറായി വിജയൻ സർക്കാർ UDF സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന ബാറുകൾ പൂട്ടിയുള്ള മദ്യനിരോധന നയം മാറ്റുകയും മദ്യം പെട്ടെന്ന് നിരോധിക്കുന്നതിന് പകരം മദ്യപാനികളെ ധർമ്മോപദേശം നൽകി പിന്തിരിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടി പൂട്ടിയ ബാറുകളെല്ലാം തുറക്കുകയും അതിന് പോരാഞ്ഞിട്ട് 10 മടങ്ങ് ബാറുകൾക്ക് കൂടി ലൈസൻസ് അനുവദിക്കുകയും കണ്ണൂരും കൊച്ചിയിലും തിരുവനന്തപുരത്തുമെല്ലാം പുതിയ ഡിസ്റ്റിലറികൾ തുറക്കുവാൻ ഉത്തരവിടുകയും 3 സ്റ്റാറിന് മുകളിലുള്ള ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് അനുവദിക്കുകയും ബാറുകളുടെ പ്രവൃത്തി സമയം രാത്രി 11 മണി വരെയാക്കി വർദ്ധിപ്പിക്കുകയും ടൂറിസം വികസനത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ബിയർ വൈൻ കേന്ദ്രങ്ങൾക്ക് അനുമതി നൽകുകയും IT പാർക്കുകളിൽ പോലും മദ്യം വിളമ്പാൻ പ്രത്യേക അനുമതി നൽകുകയുമാണ് ഉണ്ടായത്. സംഘട്ടനങ്ങളും കൊലപാതകങ്ങളും അടക്കം ദൂരവ്യാപകമായ വിപത്തുകൾ ഉളവാക്കിക്കൊണ്ട് മദ്യത്തിൽ മുങ്ങിയ ഒരു കാലമായിരുന്നു കഴിഞ്ഞ നാളുകളിൽ കേരളത്തിൽ. മദ്യം നിർബാധം വിളമ്പുന്നത് മയക്കുമരുന്നിൽ യുവാക്കൾ വീഴുന്നത് തടയാനുകൂടിയായിരുന്നുവെന്നാണ് സർക്കാരിൻ്റെ ഭാഷ്യം. എന്നിട്ടെന്തായി? മദ്യവിൽപ്പനയിൽ മാത്രമല്ല മയക്കുമരുന്ന് വ്യാപനത്തിലും കേരളം
ഒന്നാമതെത്തിച്ച് ചാരിതാർത്ഥ്യത്തോടെയാണ് കേരള സർക്കാർ ഞെളിഞ്ഞു നിന്നത്. അതിൽ നിന്നുമൊക്കെയുള്ള ഒരു മോചനം എന്ന വണ്ണമാണ് പ്രബുദ്ധ കേരളം പിണറായിയെ അധികാരത്തിൽ നിന്നും ഇറക്കിവിട്ട് UDFന് ഭൂരിപക്ഷം നൽകിയത്. കേവല ഭൂരിപക്ഷം അല്ലാതിരുന്നിട്ടും വേഗത്തിൽ സർക്കാരുണ്ടാക്കി ഭരണപരിചയമില്ലാത്ത വിജയ് തമിഴ്നാട്ടിൽ ഭരണം തുടങ്ങുകയും ഉമ്മൻചാണ്ടി മുന്നോട്ട് വെച്ച മദ്യരഹിത ആശയം അവിടെ നടപ്പിലാക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടെങ്കിലും ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ ഉണരേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ദിവസങ്ങൾ നീളുന്ന നാണം കെട്ട അധികാര വടംവലിക്കൊടുവിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു സർക്കാർ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ച മദ്യരഹിത ആശയം ആർജവത്തോടെ നടപ്പിലാക്കണം. അല്ലെങ്കിൽ അതിർത്തി താണ്ടി തമിഴ്നാട്ടിലെ കുടിയന്മാരെല്ലാം കേരളത്തിലേക്ക് മദ്യം തേടിയെത്തും. ബംഗാളികളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന മലയാളികൾക്ക് അതുകൂടി താങ്ങാനായെന്ന് വരില്ല.